അൻവറിന്റെ UDF പ്രവേശനത്തിൽ പാർട്ടിയിൽ ഭിന്നാഭിപ്രായം. അൻവറിനെ കൂടെ കൂട്ടണമെന്ന് കെ സുധാകരൻ പറഞ്ഞു. എന്നാൽ അൻവറിനായി വാതിൽ തുറക്കേണ്ട എന്നാണ് രാഷ്ട്രീയകാര്യ സമിതിയിലെ ഭൂരിപക്ഷാഭിപ്രായം. അതിനിടെ ശശി തരൂരിനെ ഒപ്പം നിർത്തണമെന്ന നിലപാട് രമേശ് ചെന്നിത്തല വ്യക്തമാക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നത്. ബിനില, ഇന്നിപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി നടക്കുന്ന ദിവസം, ഈ ദിവസം തന്നെ വ്യക്തമായ ചർച്ചകളാണ് അൻവറിനെ പ്രതിയും ശശി തരൂരിനെ പ്രതിയും നടന്നിട്ടുള്ളത്. അൻവറിനെ കൂടെ കൂട്ടണമെന്ന് കെ സുധാകരൻ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ മുതൽ തന്നെ, പ്രചരണഘട്ടം മുതൽ തന്നെ ആവർത്തിക്കുന്ന കാര്യമാണ്. അതിന്നും അവിടെ ആവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ വി ഡി സതീശന്റെ പക്ഷമായി നിൽക്കുന്നവർ അതിനെ എതിർക്കുന്ന സാഹചര്യമാണ് നമ്മൾ ആദ്യം മുതൽ കണ്ടത്. ഇന്നും അതേ കാര്യം അവിടെ ആവർത്തിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ ശശി തരൂരിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രമേശ് ചെന്നിത്തല അവിടെ നിലപാട് വ്യക്തമാക്കുന്നുമുണ്ട്. ഇന്നെങ്ങനെയായിരുന്നു കാര്യങ്ങൾ? തുടക്കം മുതൽ നമുക്കറിയാം, ഈ അൻവറിനായി UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വാദിച്ചിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആദ്യം മുതൽ പറയുന്നത് അൻവറിനെ ഒപ്പം നിർത്തണം ഒരു നിലപാടായിരുന്നു മുതിർന്ന നേതാക്കൾക്കുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് വി ഡി സതീശനെ, പ്രതിപക്ഷ നേതാവിനെ അവഹേളിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം PV അൻവർ പരസ്യ പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. പിന്നീട് നേതാക്കൾ അവരുടെ നിലപാട് അതിൽ നിന്ന് പിന്നോക്കം പോവുകയും ചെയ്തിരുന്നു. എന്തായാലും രാഷ്ട്രീയകാര്യ സമിതിയിൽ ഇക്കാര്യങ്ങളെല്ലാം ചർച്ചയായി. PV അൻവറിന്റെ രാഷ്ട്രീയ പ്രവേശനം വേണ്ട എന്ന നിലപാടാണ്, അല്ലെങ്കിൽ ക്ഷമിക്കണം, UDF പ്രവേശനം വേണ്ട എന്നുള്ള, ഇപ്പോൾ വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് ഭൂരിപക്ഷ നേതാക്കൾ നടത്തിയത്. പ്രത്യേകിച്ച് മുൻ KPCC അധ്യക്ഷൻ മാത്രമാണ് അൻവറിനെ ഒപ്പം കൂട്ടണം എന്നൊരു നിലപാട് അറിയിച്ചത്. അദ്ദേഹം ഇന്ന് ഓൺലൈനായാണ് ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുത്തത്. അതിൽ അൻവറിനെ ഒപ്പം കൂട്ടിയാൽ രാഷ്ട്രീയമായി അത് നേട്ടമുണ്ടാക്കുമെന്നാണ് KPCCയുടെ മുൻ അധ്യക്ഷൻ പറഞ്ഞത്. പക്ഷേ അൻവറിനെ ഒപ്പം കൂട്ടിയിട്ടല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹായമില്ലാതെയാണ് നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുന്നണിയിലേക്ക് ഇപ്പോൾ എടുക്കേണ്ടതില്ല എന്നൊരു നിലപാട് തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം മുന്നോട്ട് വെച്ചത്. പക്ഷേ അപ്പോഴും ഉള്ളത് ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രത്യേകിച്ച് ഉയർന്നു വന്ന അഭിപ്രായങ്ങളാണ്. പ്രത്യേകിച്ച് UDF-ൽ ഇക്കാര്യം ചർച്ച ചെയ്യണം. അവിടെ മുസ്ലിം ലീഗ് ഉണ്ട്. നമുക്കറിയാം, നേരത്തെ അൻവർ ഇടതുപാളയം വിട്ട് സ്വതന്ത്രമായി നിന്നപ്പോൾ UDF-ലേക്ക് അടുപ്പിക്കാൻ ഏറ്റവും കൂടുതൽ അവിടെ നീക്കം നടത്തിയത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പും അതിനു മുന്നോടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ, പ്രത്യേകിച്ച് നമുക്കറിയാം, നിലമ്പൂരിൽ വഴിക്കടവ് മൂത്തര പഞ്ചായത്തൊക്കെ ഭരിക്കുന്നത് അവിടെ മുസ്ലിം ലീഗിന് കാര്യമായ സ്വാധീനമുണ്ട്. അത്തരത്തിൽ അൻവറിനെ ഒപ്പം കൂട്ടിയാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ മലപ്പുറത്തടക്കം വലിയ ചലനമുണ്ടാക്കും, അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ലീഗ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF-ൽ ഇക്കാര്യം വരുമ്പോഴാണ് അൻവറിന്റെ ഈ UDF പ്രവേശനത്തെക്കുറിച്ച് പൂർണ്ണമായ ഒരു ചിത്രം ലഭിക്കും. എന്തായാലും രാഷ്ട്രീയകാര്യ സമിതിയിൽ ഭൂരിപക്ഷ അഭിപ്രായം അൻവറിനെ ഇപ്പോൾ എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് തരൂർ വിഷയമാണ്. തരൂർ ഇങ്ങനെ പരസ്യമായി മോദി നടത്തുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പാർട്ടി പറയുന്നതിനപ്പുറം മുന്നോട്ട് പോകുന്നു. അത്തരം വിവാദങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ അതും ചർച്ചയായി ഉയർന്നു വന്നു. അതിൽ പ്രധാനപ്പെട്ടത് തരൂരിനെ ഒപ്പം നിർത്തണം, ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന അഭിപ്രായമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. അക്കാര്യത്തിൽ ഒരു അവ്യക്തത പാടില്ല എന്നാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ രമേശ് ചെന്നിത്തല പറഞ്ഞത്. എന്തായാലും ദേശീയ തലത്തിലടക്കം നേതാക്കളുടെ തീരുമാനം ഈ തരൂർ വിഷയം അങ്ങനെ കാര്യമായി ചർച്ച ചെയ്യേണ്ട, മാധ്യമങ്ങൾക്ക് പ്രതികരിക്കുമ്പോൾ പോലും ആ രീതിയിലുള്ള കൂടുതൽ ചർച്ചകൾ അക്കാര്യത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ദേശീയ നേതാക്കളടക്കം പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ചയായപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത് തരൂരിനെ ഒപ്പം ചേർത്ത് നിർത്തണം, അദ്ദേഹത്തെ ഒപ്പം ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അഭിപ്രായമാണ് തരൂർ വിഷയത്തിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത്. സ്വാതി. ശരി ബിനിൽ.